ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് വന്ന് നിൽക്കൂട്ടോ. ആ സമയത്ത് ഒരു റിലാക്സേഷൻ ആണ്. ഇന്ന് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ വേഗം കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. രാവിലെ ഇപ്പൊ ഇഡ്ഡലി ദോശ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പോയിട്ട് റെഡി ആവില്ലല്ലോ. ഞാൻ തന്നെ പോയി റെഡി ആക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ അതിനൊക്കെ ഒരു റോബോട്ടിനെ ഏൽപ്പിക്കണം. ഇങ്ങനെ പോയാൽ മിക്കവാറും ഏൽപ്പിക്കേണ്ടി വരും. രാവിലെ നീറ്റ് കഴിഞ്ഞാൽ ഒരു ചായ. അത് പണ്ടൊക്കെ നിർബന്ധം എണീറ്റോ. ഇപ്പൊ ഒന്നും നിർബന്ധമൊന്നും. പക്ഷെ ഇന്ന് രാവിലെ നീറ്റപ്പോ തന്നെ എന്റെ പുയ്യാപ്പിള ചായ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്നാ എനിക്കും കുടിക്കാൻ ഒരു മോഹം. പക്ഷെ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ചായ കുടിക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്ട്രോങ്ങിൽ തന്നെ ചായ കാച്ചിട്ട് വേണം ട്ടോ കുടിക്കാൻ. അതല്ലെങ്കിൽ പിന്നെ ചായ നിർബന്ധമില്ല. ഒന്നാമത് പിന്നെ ഈ ജിമ്മിൽ പോകുമ്പോ ഷുഗർ കട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ചായ ഒഴിവാക്കിയത്. ഇനിയിപ്പോ ഈ വീഡിയോ ട്രെയിനർ കാണാനേ വല്ലപ്പോഴും ഉള്ള ഒരു ചായ. അപ്പൊ അതും കൂടി ഒഴിവാക്കാൻ പറയട്ടെ. അല്ലെങ്കിൽ എന്നെ കാണുമ്പോ പറയണ്ടേ ഈ നല്ലോണം തടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം തടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചിരിക്കുക ഞാൻ തടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പങ്ങൾ ജിമ്മിന്റെ ആ മെഷീൻസ് ഒന്നും വേണ്ടമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ ആ വെയിറ്റ് മെഷീൻ കേടായിരിക്കും. അല്ലാതെ ഇപ്പൊ വെയിറ്റ് കൂടാൻ ഞാനൊരു പയ്യും കാണുന്നില്ലേ. ഇന്ന് നേരം വൈകിയോണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഈസി ആയിക്കോട്ടെ. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഡബിൾ ഹൗസിന്റെ ഈസി പാലപ്പം മിക്സ് ആണ് ട്ടോ എടുത്തത്. ഇതാകുമ്പോ പിന്നെ ഫ്ലോപ്പ് ആവും എന്നുള്ള ഒരു ടെൻഷനും ഇല്ലല്ലോ. ജസ്റ്റ് ഉപ്പും ലേശം പഞ്ചസാരയും ഇളം ചൂടുവെള്ളം ഇട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. അപ്പൊ സെറ്റ് ആയിടും. ഞാൻ കൂടുതൽ യൂസ് ചെയ്യല് ഡബിൾ ഹൗസിന്റെ ഈസി പാലപ്പം എന്നാണ് ട്ടോ. അതാകുമ്പോ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയോ. അപ്പൊ ഏതായാലും സമയമുണ്ടല്ലോ. ഈ സമയം കൊണ്ട് നമ്മൾ ചായ കുടിക്കുക. തലേന്നത്തെ ബീഫ് കറി ഉള്ളതുകൊണ്ട് കറിന്റെ കാര്യത്തിലും വലിയ ടെൻഷൻ ഇല്ല. അതുകൊണ്ട് നമ്മളെ മുന്നിൽ കുറച്ച് സമയമുണ്ട് ചായ ആസ്വദിച്ച് കുടിക്കാനേ. കൂടുതൽ ആസ്വദിക്കാൻ നിന്നാലേ കുട്ടികൾ സ്കൂളിൽ പോവാതെ ആസ്വദിക്കണ കാണേണ്ടി വരും. അതോട് പിന്നെ നേരെ വിട്ട് അടുക്കള മാവ് സെറ്റായി വരുമ്പോത്തിന് ലഞ്ചിന്റെ കാര്യം ആദ്യം തീരുമാനം. ഉപ്പേരിയായിട്ട് ക്യാരറ്റ് ഉപ്പേരി ആയിട്ട് അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ മീൻകറി സെറ്റാക്കണം, ചോറ് സെറ്റാക്കണം, മീൻ പൊരിക്കണം. ഇതിന്റെ ഇടയിൽ നമ്മളെ കൊച്ചുമുതലാളിനെ എണീപ്പിച്ച് കുളിപ്പിക്കണേ. കുളി കഴിഞ്ഞപ്പോ കണ്ടില്ല ഓരോ രുചി. അപ്പൊ ദാ മാവൊക്കെ നല്ല പൊങ്ങി വന്നേണേ. ഇനി ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നമ്മളെ കൊച്ചുമുതലാളി സ്കൂളില്ലാത്ത ദിവസം നേരത്തെ നീക്കും. സ്കൂളിലെ ദിവസം എത്ര നീപ്പിച്ചാലും നിക്കില്ലടോ. നിങ്ങളോടുണ്ടോ ആ പ്രശ്നമൊക്കെ? അങ്ങനത്തെ പ്രശ്നങ്ങളോട് എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യല്ല. ഞങ്ങളെ പ്രോഡക്റ്റിന് മാത്രമാണോ ഈ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിട്ട്. അറിഞ്ഞാലൊരു മനസ്സുഖം എത്ര ഉള്ളൂ. വേറെ പണിന്റെ ഇടയിലേ ഇതിനെ ശ്രദ്ധിക്കാൻ ഞാൻ ഇതേപോലൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് കമ്പനിന്റെ തലയിട്ടിട്ട് കാര്യമില്ല. ആ കുറ്റം സ്വയം ഡേറ്റ് എടുക്കുക അത്ര തന്നെ. അപ്പൊ ഇന്ന് മാന്തയാണ് ഇട്ട് പൊരിക്കും. നമ്മളെ നാട്ടിൽ ഇതിനെ മാന്താന്നോ മാന്തളം എന്നൊക്കെ പറയും. ഇവിടെ എന്താ നങ്കെന്നോ അങ്ങനെ എന്തോ പറയും. അപ്പൊ നിങ്ങളെ നാട്ടിൽ ഇതിന്റെ പേരെന്താ? ഇനിയിപ്പോ കാര്യപ്പെട്ട പരിപാടി മക്കളെ ഒരുക്കിട്ട് സ്കൂളിൽ പറഞ്ഞു ഓല് വണ്ടി കയറി പോലോട് കൂടി നമ്മളെ അങ്കക്കളാട് കഴിഞ്ഞു പോകും. അപ്പൊ ഇത്ര ഉള്ളൂടോ ഇന്നത്തെ രാവിലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. ബാക്കി വിശേഷമായിട്ട് നാളെ കാണാം കേട്ടോ. ടേക്ക് കെയർ. ബൈ.